ഹബീബരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ലികുല്ലി ഷൈഇൻ അറൂസ് വഅറൂസുൽ ഖുർആനി സൂറത്തുർ റഹ്മാൻ. എല്ലാ വസ്തുക്കൾക്കും അറൂസുണ്ട്, പുതിയാപ്പിളയുണ്ട്. പരിശുദ്ധമായ ഖുർആനിന്റെ അറൂസ് സൂറത്തുർ റഹ്മാൻ. അല്ലാഹുവിന്റെ നാമകരണം കൊണ്ടൊരു സൂറത്തിന് നാമകരണം ചെയ്തിട്ട് ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അത് സൂറത്തിന്റെ, അത് ഖുർആനിന്റെ പുതിയാപ്പിളയാണ്. എല്ലാ ദിവസവും ഓരോ വിശ്വാസിയും പാരായണം ചെയ്യൽ സുന്നത്തുള്ള സൂറത്താണ്. ഹബീബരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഖൈസ് ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ആശ്ലേഷണത്തിന് മുമ്പ് വന്നിട്ട്, ഓ മുഹമ്മദ് നബിയേ, എനിക്ക് ഖുർആൻ ഒന്ന് പാരായണം ചെയ്ത് തരുമോ എന്ന് ചോദിച്ചപ്പോ, വിശ്വാസിയായിട്ടില്ലാത്ത അവിശ്വാസത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന ഖൈസ് ഇബ്നു ആസിം തങ്ങളോട് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുർ റഹ്മാൻ ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 പ്രാവശ്യം ഓതിക്കൊടുക്കുകയാണ്. 3 പ്രാവശ്യം ആവർത്തിച്ച് സൂറത്തുർ റഹ്മാൻ ഇങ്ങനെ പാരായണം ചെയ്ത് കേട്ടുകൊണ്ട് ഖൈസ് ഇബ്നു ആസിം തങ്ങൾ പറയുകയാ, വല്ലാഹി ഇന്ന ലഹു ലതുലാവ വ ഇന്ന അലൈഹി ലഹലാവ വമാ യഖൂലു ഹാദാ ബശർ വ അന അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. സത്യമായും നീ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുർ റഹ്മാൻ ഒരു മാധുര്യമുണ്ട്. സത്യമായും പരിശുദ്ധമായ ഖുർആനിൽ ഒരു മാധുര്യമുണ്ട്, ഒരു സൗന്ദര്യമുണ്ട്, ഒരു രുചിയുണ്ട്. കേൾക്കാൻ എന്ത് ആനന്ദമാണ്. ഇതൊരു മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് വന്നതല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വിശ്വാസം ഇവിടെ ഉറപ്പിക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓ ഹബീബായ നബിയെ, അങ്ങ് സത്യസംബോധനം ചെയ്ത നേതാവാണ്, പ്രവാചകരാണ്. ഇത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവതരിപ്പിക്കപ്പെട്ട ദിവ്യ ഗ്രന്ഥമാണ്. ബഹുമാനപ്പെട്ട ഖൈസ് ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് സൂറത്തുർ റഹ്മാൻ കേട്ടുകൊണ്ടാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ശ്രദ്ധിച്ചു കേൾക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തന്റെ സ്വഹാബികൾക്ക് ഈ സൂറത്തൊന്ന് ഓതിക്കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ അസ്ഹാബിഹി ഫഖറഅ അലൈഹിം സൂറത്തുർ റഹ്മാൻ. നബി തങ്ങൾ സ്വഹാബികൾക്ക് സൂറത്തുർ റഹ്മാൻ ഇങ്ങനെ ഓതിക്കൊടുത്തു. മിൻ അവ്വലിഹാ ഇലാ ആഖിരിഹാ. ആദ്യാവസാനം ഓതിക്കൊടുത്തപ്പോൾ അത് കേട്ടുകൊണ്ട് സ്വഹാബികൾ ഇങ്ങനെ മൗനമായിരിക്കുകയാണ്. ഫസഖത്തു. അവരാ പരിശുദ്ധമായ സൂറത്തുർ റഹ്മാൻ കേട്ടിട്ട് നിശബ്ദരായിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലഖദ് ഖറഅതുഹാ അലൽ ജിന്നി ലൈലത്തൽ ജന്ന. ഞാൻ ജിന്നുകൾക്ക് ദർസ് എടുക്കുന്ന രാത്രിയിൽ ജിന്നു പള്ളിയിൽ വെച്ച്, ഇന്നവിടെ മക്കയിൽ ഒരു പള്ളിയാണ്, ജിന്നുകൾക്ക് ദർസ് എടുക്കുന്ന, ക്ലാസ് എടുക്കുന്ന, ഖുർആൻ ഓതിക്കൊടുക്കുന്ന സ്ഥലമാണ്. ഇന്നവിടെ ഒരു പള്ളിയാണ്. ആ പള്ളിയുടെ നാമകരണം ജിന്ന് മസ്ജിദുൽ ജിന്ന് എന്നാണ്. ഉംറയ്ക്കും ഹജ്ജിനുമൊക്കെ പോയിട്ടുള്ള സഹോദരങ്ങൾക്ക് അതറിയാൻ കഴിയും. പരിശുദ്ധമായ ഹറമിന്റെ തൊട്ടടുത്ത പ്രദേശമാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടെ വെച്ച് ജിന്നുകൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന രാത്രിയിൽ, ഓ എന്റെ സ്വഹാബികളെ, ഞാൻ ഈ സൂറത്ത് ജിന്നുകൾക്ക് ഓതിക്കൊടുത്തു, സൂറത്തുർ റഹ്മാൻ. ഫകാനു അഹ്സന മർദൂദം മിൻകും. നിങ്ങളെക്കാൾ പ്രതികരണ ശേഷിയുള്ളവരാ, നിങ്ങളെക്കാൾ ശ്രദ്ധിച്ചിരിക്കുന്നവരാ, നിങ്ങളെക്കാൾ ആനന്ദത്തോടെ കേട്ടിരിക്കുന്നവരാണ് ജിന്നുകള്.
ഫകുന്തു കുല്ലമാ അതൈതു അലാ ഖൗലി ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. 31 തവണ ആയത്ത് ആവർത്തിച്ചു വരുന്നുണ്ട് സൂറത്തുർ റഹ്മാനിൽ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഓ ജിന്നവർഗങ്ങളെ, ഓ മലക്ക് വർഗ, ഓ മനുഷ്യവർഗങ്ങളെ, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ പടച്ചവന്റെ, നിങ്ങളുടെ റബ്ബിന്റെ ഏതേത് ദൃഷ്ടാന്തങ്ങളെയാണ് നിഷേധിച്ചു തള്ളുന്നത്? അല്ലാഹു ആവർത്തിച്ച് ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഈ സൂറത്ത് ഇങ്ങനെ കേൾക്കുമ്പോ, ഈ ആയത്ത് ഇങ്ങനെ കേൾക്കുമ്പോ അതാ ജിന്നുകൾ പറയും, ലാ ബിശൈഇൻ മിൻ നിഅമതിക യാ റബ്ബനാ നുകദ്ദിബു ഫലക്കൽ ഹംദ്. അള്ളാഹുവിന്റെ ചോദ്യം ഇതാണ്, അല്ലയോ മനുഷ്യഭൂതവർഗങ്ങളെ, നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും റബ്ബിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ തള്ളിക്കളയുന്നത്? ഈ ചോദ്യം ഇങ്ങനെ ആവർത്തിച്ച് 31 തവണ സൂറത്തുർ റഹ്മാനില് ജിന്നുകൾ ഇങ്ങനെ കേട്ടപ്പോൾ അവർ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു, സഹാബികളെ, ലാ ബിശൈഇൻ മിൻ നിഅമതിക യാ റബ്ബനാ നുകദ്ദിബു ഫലക്കൽ ഹംദ്. അല്ലാഹുവേ, ഞങ്ങളുടെ സൃഷ്ടാവേ, നിന്റെ ഒരു ദൃഷ്ടാന്തത്തെയും ഞങ്ങൾ കളവാക്കുന്നില്ല, നിനക്കാണ് സർവസ്തോത്രവും സർവസ്തുതിയും. മലക്കു ജിന്നുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്ന് ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അന്നു മുതൽ ഈ ആയത്ത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും പറയൽ സുന്നത്തുണ്ട്. അത് ഇമാമ് ഖുർആൻ ഓതുകയാണെങ്കിൽ, സൂറത്ത് ഓതുകയാണ് നിസ്കാരത്തില്, മഅ്മൂമീങ്ങൾ അവരുടെ ഫാത്തിഹ കഴിഞ്ഞിട്ട് വീണ്ടും അത് കേട്ടുകൊണ്ട് നിൽക്കുമ്പോ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് ഇമാമ് പറഞ്ഞാലും ലാ ബിശൈഇൻ മിൻ നിഅമതിക യാ റബ്ബനാ നുകദ്ദിബു ഫലക്കൽ ഹംദ് എന്ന് പറയൽ സുന്നത്തുണ്ടേ മുഅ്മിനീങ്ങളെ. ഇനി ആ സൂറത്ത് പൂർണ്ണമായി ഓതുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവസാനത്തെ ആ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് പറയുമ്പോൾ ലാ ബിശൈഇൻ മിൻ നിഅമതിക യാ റബ്ബനാ നുകദ്ദിബു എന്ന് പറയൽ സുന്നത്തുണ്ട്. അപ്പോൾ അത് കേൾക്കുന്നവർക്ക് പറയൽ സുന്നത്തുണ്ട്, ഓതുന്നവർക്ക് പറയൽ സുന്നത്തുണ്ട്. മഅ്മൂമികളാണെങ്കിൽ അവരുടെ നിർബന്ധമായ ഫാത്തിഹയ്ക്ക് ശേഷം ഇമാമിന്റെ സൂറത്ത് കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബൂൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇമാമിന്റെ ആ ചോദ്യത്തിന് പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ കേൾക്കുമ്പോൾ ലാ ബിശൈഇൻ മിൻ നിഅമതിക യാ റബ്ബനാ നുകദ്ദിബ, റബ്ബേ, നിന്റെ ഒരു അനുഗ്രഹത്തെയും ഞങ്ങൾ തള്ളിക്കളയുന്നില്ല എന്ന് മറുപടി പറയൽ സുന്നത്തുണ്ടേ. അല്ലാഹുവിന്റെ എത്രയെത്ര അനുഗ്രഹങ്ങളാണ്. മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൽ ലാ യബ്ഗിയാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. രണ്ട് സ്വഭാവങ്ങളുള്ള കടലുകൾ ഒന്നിച്ചൊഴുകുന്ന സംഭവമാ. സമുദ്രയാത്ര നടത്താത്ത അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന മരുഭൂമിയിലെ മണൽക്കാറ്റിൽ അതാ ആ പാറക്കല്ലിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് പരിശുദ്ധമായ മക്കയിൽ നിന്ന്, മദീനയിൽ നിന്ന് മാലോകരെ വിളിച്ചിട്ട് പറയുകയാണ്, കടൽ യാത്ര നടത്തുന്ന സഞ്ചാരികളെ, നിങ്ങൾ അങ്ങനെ കടലിലൂടെ ഭേദിച്ച് ആർത്തടിച്ചലച്ച് വരുന്ന തിരമാലകളെ വകഞ്ഞു മാറ്റി നിങ്ങളുടെ പായക്കപ്പൽ പോകുമ്പോ രണ്ട് നിറത്തിൽ ഒഴുകുന്ന, രണ്ട് സ്വഭാവത്തിൽ ഒഴുകുന്ന കടലുകളെ കാണാം. പരിശുദ്ധമായ ഖുർആന്റെ അമാനുഷികമായ തെളിവുകൾ സഹിതമാ എന്റെ പ്രിയമുള്ളവരെ ഇന്നും നിലനിൽക്കുന്ന അത്ഭുതമല്ലേ. മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബർസഖുൽ ലാ ബൈനഹുമാ ബർസഖുൽ ലാ യബ്ഗിയാൻ. ഒന്ന് ശുദ്ധമായ വെള്ളമാണെങ്കിൽ, ഒന്ന് തണുത്ത നല്ല വെള്ളമാണെങ്കിൽ, ഒന്ന് ഉപ്പ് കലർന്ന വെള്ളമാണെങ്കിൽ, രണ്ടും രണ്ട് നിറത്തിലാണെങ്കിൽ, ഒന്ന് തെളിഞ്ഞ വെള്ളമാണെങ്കിൽ, ഒന്ന് കലങ്ങിയ വെള്ളമാണെങ്കിൽ, രണ്ടും ഒരേപോലെ ഒഴുകിയിട്ട് രണ്ടും തമ്മിൽ കൂട്ടിമുട്ടാൻ പറ്റാത്ത വിധം ഒരു മറ അല്ലാഹു സ്ഥാപിച്ചിട്ട്
എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, അതിലൂടെ ഒഴുകുന്നതായി, നിങ്ങൾക്കതിലൂടെ സഞ്ചാരികൾ പോകുന്നതായി. എത്രയെത്രയോ കടലിന്റെ ഭാഗങ്ങളിലാ സമുദ്ര സഞ്ചാരം നടത്താത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ 6-ാം നൂറ്റാണ്ടിന്റെ മൂർധാവിൽ നിന്നുകൊണ്ട് പറയുകയാണ്, മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൽ ലാ യബ്ഗിയാൻ. സമുദ്രത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് പറയുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുകളാണ്. അതേപോലെ എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് സൂറത്തുർ റഹ്മാനിലൂടെ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യത്തിന് മറുപടിയായി, ഓ ജിന്നുവർഗങ്ങളെ, ഓ മനുഷ്യവർഗമേ, സമൂഹമേ, നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ തള്ളിക്കളയുന്നെന്ന ചോദ്യത്തിന് വിശ്വാസിയായ ഒരു മനുഷ്യന്റെ ഹൃദയങ്ങളിൽ നിന്ന് വരേണ്ട മറുപടി, ലാ ബിശൈഇൻ മിൻ നിഅമതിക യാ റബ്ബനാ നുകദ്ദിബു ഫലക്കൽ ഹംദ്. ഈ ജഗന്നിയന്താവായ അല്ലാഹ്, പരിശുദ്ധമായ ഈ ലോകത്തെ പടച്ച് പരിപാലിക്കുന്ന അല്ലാഹ്, ഒരുപാട് നിഗൂഢതകൾ, അത്ഭുതത്തിന്റെ നിഗൂഢതകൾ സ്ഥാപിച്ച അല്ലാഹ്, ഞങ്ങൾ ഒരു ദൃഷ്ടാന്തങ്ങളെയും കളവാക്കുന്നവരല്ല. ഞങ്ങളിതാ നിന്റെ മുമ്പിൽ വിനീത വിധേയരായി നമസ്കരിക്കുകയാണ്, സുജൂദ് ചെയ്യുകയാണ്. നിനക്കാണ് സർവസ്തുതിയും എന്ന അർത്ഥം വരുന്ന ആ ദിക്ർ പറയൽ കേൾക്കുന്നവർക്കും ഓതുന്നവർക്കും അത് നിസ്കാരത്തിലാണെങ്കിൽ പോലും സുന്നത്താണെന്ന് പണ്ഡിതന്മാര് പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സൂറത്ത് ദിവസവും ഓതൽ സുന്നത്തുള്ള സൂറത്തുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൃത്യമായി പരിപാലിച്ച് അർത്ഥമറിഞ്ഞ് ഓതാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.